Hi everyone, welcome back to Grow Malayalam. അപ്പം മാർക്കറ്റിൽ ഒരു ഷോർട്ട് ടേം ഹൈപ്പ് നമ്മളെല്ലാവരും തന്നെ എക്സൈറ്റ് ചെയ്യിപ്പിക്കും അല്ലേ? പക്ഷേ ശരിയായൊരു സമ്പത്ത് കൺസിസ്റ്റൻസിയിലൂടെ മാത്രമേ നമുക്ക് നേടിയെടുക്കാൻ വേണ്ടി സാധിക്കുള്ളൂ. ഇപ്പം ഫിറ്റ്നസ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഇപ്പോൾ ഫൈനാൻസ് ആയിക്കോട്ടെ നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ് കൺസിസ്റ്റൻസിയാണ് ഇവിടുത്തെ മെയിൻ കാര്യം എന്നുള്ളത് അല്ലേ? അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ 3 കമ്പനികളെ കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു കമ്പനികൾ ജസ്റ്റ് ഒരു ക്വാർട്ടറിൽ മാത്രം ഹിറ്റായ കമ്പനികളല്ല, കഴിഞ്ഞ 3-4 വർഷമായിട്ട് തുടർച്ചയായിട്ട് സെയിൽസ് വളർന്നുകൊണ്ടിരിക്കുന്ന കമ്പനികളാണിത്. ഇപ്പം Q4 റിസൾട്ടോടെ നമുക്കൊരു കാര്യം ഉറപ്പിക്കാവുന്നതാണ്, അതായത് ഇപ്പോഴും ഈ ഒരു കമ്പനികളുടെ മൊമെന്റം സ്ട്രോങ് ആണെന്നുള്ളത്. സോ ഏതൊക്കെയാണ് ഇത് നമ്മുടെ കമ്പനികൾ എന്നുള്ളത് നമുക്ക് നോക്കിയാലോ? അപ്പോൾ നമുക്ക് ഒട്ടും ലേറ്റ് ആക്കണ്ട, നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മുടെ വീഡിയോയിലേക്ക് പോവാം. സോ ലെറ്റ്സ് ബിഗിൻ ടുഡേസ് വീഡിയോ. ഇന്നത്തെ നമ്മുടെ ആദ്യത്തെ കമ്പനി ആഫിൽ 3i ലിമിറ്റഡ് ആണ്. അപ്പോൾ ഇതൊരു ആഡ്ടെക് കമ്പനിയാണ്. അപ്പോൾ ഒരു പ്രൊപ്രൈറ്ററി കൺസ്യൂമർ ഇന്റലിജൻസ് പ്ലാറ്റ്ഫോമിൽ പ്രവർത്തിക്കുകയാണ്. അപ്പോൾ ഇവർ ജോലി എന്ന് പറഞ്ഞാൽ ശരിയായ സമയത്ത് ശരിയായ യൂസേഴ്സിനെ മൊബൈൽ ആഡ് വഴി എൻഗേജ് ചെയ്യുക എന്നാണ്. അപ്പോൾ ഇതിലൂടെ കൺവേർഷൻസ് കൂടുതലാക്കാനും ആഡ് ഫ്രോഡ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പോൾ 3 രീതിയിലാണ് ഈ ഒരു പ്ലാറ്റ്ഫോം വർക്ക് ചെയ്യുന്നത്. ആദ്യത്തെ പുതിയ യൂസേഴ്സിന് നേടുന്നതാണ്. അപ്പോൾ ഇത് ആഡ്, എൻഗേജ്മെന്റ്, അതിൽ ട്രാൻസാക്ഷൻസ് വഴി നേടും. ഇനി രണ്ടാമത് നിലവിലുള്ള യൂസേഴ്സിനെ ടാർഗറ്റ് ചെയ്യുന്നതാണ്, അതായത് കൺവേർഷന്റെ അടുത്തുള്ളവരെ. ഇനി അടുത്തത് വെച്ചിട്ടുണ്ടെങ്കിൽ ഓൺലൈൻ ടു ഓഫ്ലൈൻ എൻഗേജ്മെന്റ് ആണ്, അതായത് ഒരു യൂസർ ആഡ് കണ്ടിട്ട് സ്റ്റോറിലേക്ക് പോകുന്നത്. ഓക്കെ, കമ്പനിക്ക് 130-ലധികം രാജ്യങ്ങളിൽ പ്രസൻസ് ഉണ്ട്. അപ്പോൾ കമ്പനിയുടെ 73% റവന്യൂ ഇന്ത്യ അതുപോലെ തന്നെ എമർജിംഗ് മാർക്കറ്റിലാണ് വരുന്നത്. അതേസമയത്ത് ബാക്കി 27% ഡെവലപ്ഡ് മാർക്കറ്റ്സ് ആയ US അതുപോലെ യൂറോപ്പിൽ നിന്നാണ് വരുന്നത്. അപ്പോൾ ഇവരുടെ റവന്യൂ മോഡൽ CPCU ആണ്, അതായത് കോസ്റ്റ് പെർ കൺവേർട്ടഡ് യൂസർ. അതായത് ആക്ച്വൽ കൺവേർഷൻ സംഭവിക്കാൻ മാത്രമേ അഡ്വർടൈസേഴ്സ് ഇവിടെ പേ ചെയ്യുള്ളൂ. അപ്പോൾ ഇനി നമുക്ക് കമ്പനിയുടെ ഫൈനാൻഷ്യൽ പെർഫോമൻസ് നമുക്ക് നോക്കാം. അപ്പോൾ കഴിഞ്ഞ 3 വർഷത്തിൽ കമ്പനിയുടെ സെയിൽസ് CAGR 28% ആയിരുന്നു. അതിനൊപ്പം തന്നെ 3 ഇയർ പ്രോഫിറ്റ് CAGR 21% ആയിരുന്നു. അപ്പോൾ ഇത് കൺസിസ്റ്റന്റ് ആണ്. അപ്പോൾ ഈ ഒരു സെയിം ട്രെൻഡ് Q4 ഫൈനാൻഷ്യൽ 2025 നമുക്ക് കാണാം. അപ്പോൾ റവന്യൂ 602.3 കോടിയാണ്. അത് ഇയർ ഓവർ ഇയർ 19% ഗ്രോത്ത് ആണ്. പൊതുവേ ഈ ഒരു ഫെസ്റ്റീവ് സീസൺ ഒക്കെ കഴിഞ്ഞിട്ട് Q4 എന്താണ് കുറച്ച് സോഫ്റ്റ് ആയിരിക്കും. പക്ഷേ കമ്പനി കഴിഞ്ഞ ക്വാർട്ടറിന്റെ സെയിം ലെവൽ തന്നെ റവന്യൂ ഇപ്പോഴും മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ വന്ന ഒരു ചോദ്യം ഇതാണ്, നിങ്ങളുടെ മനസ്സിൽ വരുന്ന ഇതായിരിക്കും, അതായത് എന്തുകൊണ്ടാണ് ഇങ്ങനെ കൺസിസ്റ്റന്റ് ആയിട്ട് പോകുന്നത് എന്നുള്ള കാര്യം. കാരണം കൺവേർഷൻസിൽ ഒരു സ്റ്റഡി ഗ്രോത്ത് ഉണ്ട്. അപ്പം ഈ ഒരു ചാർട്ട് നോക്കുമ്പോൾ ക്ലിയർ ആവുന്ന ഒരു കാര്യമാണ്, അതായത് റവന്യൂവിന്റെ ഒരു മെയിൻ എലമെന്റ് എന്ന് പറയുന്നത് എല്ലാ വർഷവും കൺവേർഷൻ നമ്പർ ഏകദേശം 23% CAGR വളരുന്നുണ്ട്. അപ്പോൾ ഈ വർഷം Q4 കൺവേർട്ടഡ് യൂസേഴ്സ് 104 കോടി എത്തി, 17.6% ഇയർ ഓവർ ഇയർ ഗ്രോത്ത് ആണ് കാണിക്കുന്നത്. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റും 36% കൂടി. അപ്പോൾ ഇതിന്റെ ഒപ്പം EBITDA മാർജിനും 22.2% ഇംപ്രൂവ് ആയി. അപ്പോൾ ഇതിന്റെ അർത്ഥം 280 ബേസിസ് പോയിന്റ്സ് ഇയർ ഓവർ ഇയർ എക്സ്പാൻഷൻ ആണ്. പക്ഷേ എന്തുകൊണ്ടാണ് ഇതിങ്ങനെ? അപ്പോൾ ഇതിന്റെ ക്രെഡിറ്റ് ഇന്റഗ്രേറ്റഡ് ടീംസ് അതുപോലെ AI ബേസ്ഡ് ഓട്ടോമേഷൻ വർക്ക് ഫ്ലോസിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഇത് എംപ്ലോയി കോസ്റ്റ് 2.9% കുറയ്ക്കാനായിട്ട് സഹായിച്ചിട്ടുണ്ട്. കൂടാതെ സെയിൽസ് 19% കൂടിയപ്പോൾ ഇവിടെ എക്സ്പെൻസ് 14.75% മാത്രമേ കൂടിയിട്ടുള്ളൂ. അപ്പോൾ ഇത് ഓപ്പറേറ്റിംഗ് മാർജിൻ 36% കൂടാൻ വേണ്ടി കാരണമായി. അപ്പോൾ നെറ്റ് പ്രോഫിറ്റും 18% കൂടി 103 കോടിയിലേക്ക് എത്തി. എന്നാലും ഈ ഒരു പ്രോഫിറ്റ് ഗ്രോത്ത് EBITDA ഗ്രോത്തിനേക്കാളും കുറവാണ്. കാരണം എന്താണ്? ഡിപ്രീസിയേഷൻ അതുപോലെ അമോർട്ടൈസേഷൻ കൂടിയതുകൊണ്ടാണ് ഇത്. അപ്പം ഇതിന്റെ ഒരു മെയിൻ കാരണം എന്താ വെച്ചാൽ ഇൻടാഞ്ചിബിൾ അസറ്റ്സ് 17% കൂടിയതുകൊണ്ടാണ്. അപ്പോൾ ഇത് സംഭവിച്ചത് ഒരു അക്വിസിഷന് ശേഷം പർച്ചേസ് പ്രൈസ് അലോക്കേഷനിൽ 393 കോടി അഡീഷൻ കാരണമാണ്. കൂടാതെ അതർ ഇൻകം സെയിം റേറ്റിൽ ഇടിഞ്ഞു. ഇനി നമുക്ക് കമ്പനിയുടെ ഗ്രോത്ത് ഔട്ട്ലുക്ക് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. അപ്പോൾ കമ്പനി അത്ര അസറ്റ് ഹെവി അല്ല, അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ അടുത്തൊന്നും ഒരു മെയിൻ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ പ്ലാൻ ഒന്നുമില്ല. എന്നാൽ ഗ്രോത്തിനായിട്ട് AI ഇനിഷ്യേറ്റീവ്സ് ഒക്കെ ഓൾറെഡി ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ CTV AI SMEസിനെ ടാർഗറ്റ് ചെയ്തിട്ടുള്ള TV ആൻഡ് വീഡിയോ ആഡ് ക്യാമ്പയിൻ ആണ്. കൂടാതെ 100 AI ഏജൻസ് ഇന്റേണൽ പ്രൊഡക്ടിവിറ്റി ഇംപ്രൂവ്മെന്റ് ആയിട്ട് ബോർഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കമ്പനിയുടെ വിഷൻ ഇതാണ്, 2035 ആവുമ്പോഴേക്കും 25% CAGR 10 ഇരട്ടി റവന്യൂ ഗ്രോത്ത് നേടണമെന്നാണ്. ഇപ്പോൾ ഇൻഡസ്ട്രി വൈസ് അടുത്ത 5 വർഷത്തിൽ ഡിജിറ്റൽ അഡ്വർടൈസിംഗ് സ്പെൻഡ് ഇന്ത്യയിൽ 32.5% CAGR വളരാൻ വേണ്ടിയിട്ട് സാധ്യതയുണ്ട്. അതുപോലെ തന്നെ സൗത്ത് ഈസ്റ്റ് ഏഷ്യയിൽ 18% CAGR വളരാൻ വേണ്ടിയിട്ട് സാധ്യതയുണ്ട്. ഇനി നമുക്ക് ബാലൻസ് ഷീറ്റ് നമുക്ക് നോക്കാം. അപ്പോൾ കമ്പനി അസറ്റ് ലൈറ്റ് ആണ്. അതുപോലെ തന്നെ അവരുടെ ബോറോയിങ്സ് 55%-ലധികം ഇടിഞ്ഞിട്ടുണ്ട്. അതേസമയത്ത് ട്രേഡ് റിസീവബിൾസും ചെറുതായിട്ട് കുറഞ്ഞിട്ടുണ്ട്. കൂടാതെ ടൈറ്റ് ക്ലയന്റ് ടേംസ് കാരണം ക്യാഷ് കൺവേർഷൻ സൈക്കിൾ 63 ദിവസത്തിൽ നിന്ന് 48 ദിവസമായിട്ട് കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ വർഷം ക്യാഷ് ഫ്ലോ ഓപ്പറേഷൻസ് 62% വളർന്നതായിരുന്നെങ്കിലും നെറ്റ് ക്യാഷ് ഫ്ലോ 50%-ലധികം കുറഞ്ഞു. അപ്പോൾ ഇങ്ങനെ ഇപ്പോൾ ഇടിയാനുണ്ടായ കാരണം എന്താണെന്ന് വെച്ചാൽ ബോറോയിങ്സ് റീപേ ചെയ്തു, അതുപോലെ തന്നെ അസറ്റ് പർച്ചേസ് ആണ്. അപ്പോൾ അതിന്റെ ഒപ്പം തന്നെ കഴിഞ്ഞ വർഷം ഷെയർസ് സെയിൽ ചെയ്തിട്ട് കിട്ടിയ വലിയ എമൗണ്ടും ഉണ്ടായിരുന്നു. ഇനിയിപ്പോൾ നമ്മൾ CFO/EBITDA റേഷ്യോ നമ്മൾ നോക്കുകയാണെങ്കിൽ 2025 ഫൈനാൻഷ്യൽ 0.88 എത്തി. എന്നാൽ കഴിഞ്ഞ വർഷം 0.72 ആയിരുന്നു. അപ്പോൾ ഇതിന്റെ അർത്ഥം എന്താണ്? കമ്പനി EBITDA 88% ആക്ച്വൽ ക്യാഷിലേക്ക് കൺവേർട്ട് ചെയ്തിട്ടുണ്ടെന്നാണ്. അപ്പോൾ ഇത് കാണിക്കുന്നത് എന്താണ്?
പ്രോഫിറ്റ് ജസ്റ്റ് പേപ്പറിൽ മാത്രമല്ല പക്ഷേ ക്യാഷ് ഫോമിലുള്ള അത് റിഫ്ലക്ട് ചെയ്യുന്നുണ്ടെന്നാണ്. അപ്പോൾ പ്രോഫിറ്റിനൊപ്പം റിട്ടേൺ ക്യാപിറ്റൽ എംപ്ലോയ്ഡ് 17% ഇംപ്രൂവ് ആയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ EBIT കൂടിയതുകൊണ്ടാണ് ROC കൂടിയത്. അതായത് കമ്പനിയുടെ ഓരോ 10 രൂപ ക്യാപിറ്റൽ കമ്പനി ഇടുമ്പോൾ 17 രൂപ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ഏൺ ചെയ്യുന്നുണ്ടെന്നാണ് ഇതിന്റെ അർത്ഥം. പക്ഷേ ഇത്രയൊക്കെ പോസിറ്റീവ് കാര്യങ്ങൾ ഇവിടെ ഉണ്ടെങ്കിലും നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ഇവിടെയുണ്ട്. ആദ്യത്തെ കൺസേൺ എന്ന് പറഞ്ഞാൽ ഡാറ്റ പ്രൈവസി റെഗുലേഷൻ ആണ്. ഇപ്പം എക്സാമ്പിൾ പറയുകയാണെങ്കിൽ യൂറോപ്പിലെ GDPR, കാലിഫോർണിയയിലെ CCPA പോലെയുള്ള നിയമങ്ങളും ആപ്പിളിന്റെ ആപ്പ് ട്രാക്കിംഗ് ഓപ്റ്റൗട്ട് പോലെയുള്ള മാറ്റങ്ങളും യൂസർ ഡാറ്റ കളക്ട് ചെയ്യുന്നത് ബുദ്ധിമുട്ടാക്കിയിരുന്നു. കൂടാതെ തേർഡ് പാർട്ടി കുക്കീസ് ഫേസ് ഔട്ട് ആഡ്ടെക് സ്പേസിന് ഒരു ലോങ് ടേം ചലഞ്ച് ആയിട്ട് മാറിയിട്ടുണ്ട്. സോ ഈ ഒരു ഫാക്ടേഴ്സ് എല്ലാം കമ്പനിയുടെ ടാർഗറ്റിംഗ് കാപ്പബിലിറ്റീസ് അതുപോലെ തന്നെ പ്രോഫിറ്റബിലിറ്റിയിൽ പ്രഷർ ഉണ്ടാക്കും. അപ്പോൾ കമ്പനിയുടെ പ്രൈസ് ടു സെയിൽസ് റേഷ്യോ 11.6 ഇരട്ടിയാണ്. അതേസമയത്ത് നമ്മൾ നോക്കുമ്പോൾ ഇൻഡസ്ട്രിയൽ മീഡിയം വരുന്നത് 2.98 മാത്രമാണ്. ഇതിന്റെ അർത്ഥം എന്താണ്? ഗ്രോത്ത് അസംഷനിൽ ഹെവി പ്രീമിയം ആണ് ഓൾറെഡി പ്ലേസ് ചെയ്തേക്കുന്നത്. ഇപ്പം ഗ്രോത്ത് എക്സ്പെക്ടേഷൻ മിസ്സായിട്ടുണ്ടെങ്കിൽ ഇൻവെസ്റ്റേഴ്സിന് നല്ല നഷ്ടം നേരിടേണ്ടതായിട്ട് വരാം. ഇനി ഇന്നത്തെ അടുത്ത കമ്പനി വരുന്നത് ഓറിയൻ പ്രോ സൊല്യൂഷൻസ് ആണ്. 1997 ഈ ഒരു കമ്പനി തുടങ്ങുന്നത്. അപ്പോൾ ഇതൊരു ടെക് കമ്പനിയാണ്. ഇപ്പോൾ ഇവർ മെയിൻലി സോഫ്റ്റ്വെയർ പ്രൊഡക്ട്സ് ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ ഗ്ലോബലി BFSI സെക്ടറിലേക്ക് കൺസൾട്ടിംഗ് സൊല്യൂഷൻസ് നൽകുന്നുണ്ട്. അപ്പോൾ ബിസിനസിനെ പറ്റി നമുക്ക് മനസ്സിലാക്കാം. ഇപ്പോൾ 2 മെയിൻ സെഗ്മെന്റ്സ് ആണുള്ളത്. ആദ്യത്തെ വെർട്ടിക്കൽ ബാങ്കിങ് ആൻഡ് ഫിൻടെക് ആണ്. അപ്പോൾ ഈ ഒരു സെഗ്മെന്റ് റവന്യൂലേക്ക് ഏകദേശം 56% കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സെഗ്മെന്റിൽ കമ്പനി റീറ്റെയിൽ ആൻഡ് ഹോൾസെയിൽ ബാങ്കിങ്, ക്യാപിറ്റൽ മാർക്കറ്റ്സ് അതുപോലെ ട്രഷറിയിലേക്ക് ഓട്ടോമേഷൻ ടൂൾസ് നൽകുന്നുണ്ട്. ഇപ്പോൾ എക്സാമ്പിൾ വരുന്നതാണ് ട്രാൻസാക്ഷൻ ബാങ്കിങ് പ്ലാറ്റ്ഫോംസ്, ക്യൂ മാനേജ്മെന്റ് സിസ്റ്റംസ് ഒക്കെയാണ് ഇവിടെ വരുന്നത്. ഇനി സെക്കൻഡ് വെർട്ടിക്കൽ വരുന്നത് ടെക്നോളജി ഇന്നോവേഷൻ ഗ്രൂപ്പ് ആണ്. അപ്പോൾ ഈ ഒരു വെർട്ടിക്കലാണ് റവന്യൂലേക്ക് 44% കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു സെഗ്മെന്റ് സ്മാർട്ട് മൊബിലിറ്റി, ഡിജിറ്റൽ സപ്ലൈ ചെയിൻ ഫൈനാൻസിങ് അതുപോലെ ഡാറ്റാ സെന്റർ സൊല്യൂഷൻസ് പോലത്തെ സർവീസസ് ഡീൽ ചെയ്യുന്നത്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ NCR റീജിയനിൽ ഹൈപ്പർ സ്കെയിൽ ക്ലയന്റിനായിട്ട് കമ്പനി ഈ അടുത്തൊരു മേജർ എഡ്ജ് ഡാറ്റാ സെന്റർ ടേൺകി പ്രോജക്ട് സെക്യൂർ ചെയ്തു. അപ്പം ഓറിയൻ പ്രോയ്ക്ക് 14 രാജ്യങ്ങളിലായിട്ട് 200-ലധികം കസ്റ്റമർ ബേസ് ആണുള്ളത്. അപ്പോൾ 90%-ലധികം റവന്യൂ ഇന്ത്യ അതുപോലെ തന്നെ ഏഷ്യ പസഫിക് റീജിയനിൽ നിന്നാണ് വരുന്നത്. ഇനി നമുക്ക് ഫൈനാൻഷ്യൽ പെർഫോമൻസ് നമുക്ക് നോക്കാം. അപ്പോൾ കഴിഞ്ഞ 3 വർഷത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ കമ്പനി 32% സെയിൽസ് CAGR നേടിയിട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞ 3 വർഷത്തിൽ നെറ്റ് പ്രോഫിറ്റ് 38% CAGR വളർന്നിട്ടുണ്ട്. അതുപോലെ Q4 ഫൈനാൻഷ്യൽ 2025 കമ്പനിയുടെ റവന്യൂ ഇയർ ഓവർ ഇയർ 33% വളർന്നിട്ടുണ്ട്. പക്ഷേ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ പുറകിലെ കാര്യം എന്താണ്? അപ്പോൾ ഇവിടുത്തെ ഒരു ഫാക്ടർ എന്ന് പറഞ്ഞാൽ AI അതുപോലെ തന്നെ ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷന്റെ ഡിമാൻഡ് കൂടുന്നതുകൊണ്ടാണ്. ഓറിയൻ പ്രോന്റെ AI ഡ്രിവൺ പ്ലാറ്റ്ഫോംസ് മെയിൻലി ട്രാൻസാക്ഷൻ ബാങ്കിങ് സൊല്യൂഷനിൽ ഓപ്പറേഷൻസ് മോഡർണൈസ് ചെയ്യുന്നത് ക്ലയന്റ് എൻഗേജ്മെന്റ് കൂട്ടുന്നുണ്ട്. കൂടാതെ പുതിയ മാർക്കറ്റ് ലൈക്ക് ഇപ്പോൾ യൂറോപ്പ്, മിഡിൽ ഈസ്റ്റ് അതുപോലെ സൗത്ത് ഈസ്റ്റ് ഏഷ്യയിൽ കമ്പനിയുടെ പ്രസൻസ് തുടർച്ചയായിട്ട് വളരുന്നുണ്ട്. അപ്പോൾ കമ്പനിയുടെ എക്സ്പെൻസ് സ്ട്രക്ചർ ഓൾമോസ്റ്റ് സെയിം റേറ്റ് ആയ 34%-ലാണ് വളരുന്നത്. സോ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റും 25% വളർന്നു. ഓൾമോസ്റ്റ് റവന്യൂ ഗ്രോത്തിന്റെ അതേ ലൈനിൽ തന്നെയാണ് ഇതുള്ളത്. അപ്പോൾ നെറ്റ് പ്രോഫിറ്റും 28%-ലധികം വളർന്നു. കാരണം കമ്പനി ഒരു ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ഹെവി കമ്പനി അല്ലാത്തതുകൊണ്ട് തന്നെ കമ്പനിക്ക് എന്താണ് ഡിപ്രീസിയേഷൻ വളരെ കുറവായതുകൊണ്ടാണ്. കൂടാതെ കമ്പനി ഓൾമോസ്റ്റ് ഡെറ്റ് ഫ്രീ ആയതുകൊണ്ട് തന്നെ ഇൻട്രസ്റ്റ് കോസ്റ്റ് ഇവിടെ മിനിമം ആണ്. ഇനി നമുക്ക് ബാലൻസ് ഷീറ്റ് നമുക്ക് നോക്കാം. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കമ്പനി എന്താണ് അത്ര ക്യാപിറ്റൽ ഇന്റൻസീവ് അല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഗുഡ് വിൽ വെച്ച് അവരുടെ ഫിക്സഡ് അസറ്റ് സ്ട്രക്ചർ കുറവാണ്. കാരണം ഈ അടുത്ത് ഫെനിക്സിക്സ് അതുപോലെ ഫിൻട്ര സോഫ്റ്റ്വെയറിന്റെ അക്വിസിഷൻ കാരണം. ഇനി ക്യാഷ് ഫ്ലോന്റെ ടേംസിൽ ഈ വർഷം 90% ഡിപ്പുണ്ട്. പക്ഷേ ഈ ഒരു ചേഞ്ച് മെയിൻലി 100 കോടിയുടെ FD ഇൻവെസ്റ്റ്മെന്റ് അതുപോലെ PP ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ കാരണമാണ്. ഇത് സൂചിപ്പിക്കുന്നത് എന്താണ്? ഗ്രോത്തിന് വേണ്ടി ഫണ്ട് ചെയ്യുന്നതിനൊപ്പം തന്നെ കമ്പനി ക്യാഷ് അക്യുമുലേറ്റ് ചെയ്യുന്നുണ്ടെന്നാണ്. അപ്പോൾ ക്യാഷ് കൺവേർഷൻ സൈക്കിൾ നമ്മൾ നോക്കിയാൽ 120 ദിവസത്തിൽ നിന്ന് 95 ദിവസമായിട്ട് ഇംപ്രൂവ് ആയിട്ടുണ്ട്. പക്ഷേ ഇത് നമ്മൾ ഇൻഡസ്ട്രി മീഡിയനായ 65 ദിവസം വെച്ച് നോക്കുമ്പോൾ എന്താണ് ഇത് ഇപ്പോഴും കൂടുതൽ തന്നെയാണ്. അപ്പോൾ ഇതൊരു സസ്റ്റൈനബിൾ മോഡൽ അല്ല എന്നുള്ളത് മാനേജ്മെന്റ് സമ്മതിച്ചിട്ടുണ്ട്. കാരണം ഇതെന്താണ് പ്രൊജക്ട് ബേസ്ഡ് ബില്ലിംഗ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ റിസീവബിൾസിൽ വലിയ ഫ്ലക്ച്വേഷൻസ് ഉണ്ടാവും. നമ്മൾ റേഷ്യോ നോക്കുമ്പോൾ കമ്പനിയുടെ ROCE 19%-ൽ നിന്ന് 15% കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് മെയിൻലി ഇക്വിറ്റി ബേസ് കൂടിയതുകൊണ്ടാണ്. അപ്പോൾ ഇത് ക്യാപിറ്റൽ എംപ്ലോയ്ഡ് കൂട്ടി. അപ്പോൾ ഇവിടെ ROCയുടെ ഡിനോമിനേറ്റർ കൂടിയതുകൊണ്ട് തന്നെയാണ് റേഷ്യോ ഇവിടെ കുറഞ്ഞത്. ഇനി നമുക്ക് കമ്പനിയുടെ ഗ്രോത്ത് ഔട്ട്ലുക്ക് നമുക്ക് നോക്കാം. 2026 ഫൈനാൻഷ്യൽ ഇയറിൽ ഓറിയൻ പ്രോയ്ക്ക് 1400 കോടിയുടെ റെക്കോർഡ് ഓർഡർ ബുക്കാണ് ലഭിച്ചത്. അപ്പോൾ ഇത് കാണിക്കുന്നത് ഇയർ ഓവർ ഇയർ 40% ഗ്രോത്ത് ആണ്. അപ്പോൾ ഈ ഒരു ഓർഡറിന്റെ എക്സിക്യൂഷൻ സൈക്കിൾ എസ്റ്റിമേറ്റ് ചെയ്തേക്കുന്നത് 4 മുതൽ 6 ക്വാർട്ടർ ആണ്. അപ്പോൾ കമ്പനി ഇപ്പോൾ വളരെ ആക്റ്റീവായിട്ട് യൂറോപ്യൻ പ്രസൻസ് എക്സ്പാൻഡ് ചെയ്യുന്നുണ്ട്. ഡിസംബർ 2024 പാരീസ് ബേസ്ഡ് ഫെനിക്സിക്സിനെ അക്വയർ ചെയ്തു. അപ്പോൾ ഇത് ക്യാപിറ്റൽ മാർക്കറ്റിൽ അവരുടെ ഫുട് പ്രിന്റ് വലുതാക്കി. നിലവിൽ ഇപ്പോൾ യൂറോപ്യൻ റീജിയൻ റവന്യൂലേക്ക് 7 മുതൽ 8% കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. എന്നാലും വലിയ വളർച്ച സാധ്യതയുണ്ട്. കൂടാതെ ആരിയ AI അക്വിസിഷൻ അവരുടെ എന്റർപ്രൈസ് AI കാപ്പബിലിറ്റീസ് ബൂസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ കമ്പനിക്ക് EU AI ആക്ട് പോലത്തെ റെഗുലേറ്ററി സപ്പോർട്ടും ലഭിക്കുന്നുണ്ട്. അപ്പോൾ ഇത് BFSI സെക്ടറിൽ എക്സ്പ്ലെയിനബിൾ AI സൊല്യൂഷന്റെ ഡിമാൻഡ് കൂട്ടുന്നുണ്ട്. അപ്പോൾ ഇൻ ഷോർട്ട് നമ്മളിവിടെ പറയുകയാണെങ്കിൽ കമ്പനി യൂറോപ്യൻ മാർക്കറ്റ് എക്സ്പാൻഡ് ചെയ്യുന്നുണ്ട്. അവർ ഡെലിവറി ഇൻഫ്രാസ്ട്രക്ചർ സ്ട്രെങ്തൻ ചെയ്യുന്നുണ്ട്. AI സൊല്യൂഷൻസ് എല്ലാ സൊല്യൂഷൻസിലും ഇന്റഗ്രേറ്റ് ചെയ്യുന്നുണ്ട്. ഇനി കമ്പനിയുടെ റിസ്ക് എന്തൊക്കെയാണ് എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യത്തെ കാര്യം അട്രിഷൻ റേറ്റ് വളരെ കൂടുതലാണ്.
അപ്പോൾ 2024 ഫൈനാൻഷ്യൽ 4 വർഷത്തെ താഴെ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് എംപ്ലോയി അട്രിഷൻ റേറ്റ് എന്ന് പറയുന്നത് 31%. എന്നാൽ ഇവിടെ ഇൻഡസ്ട്രി ആവറേജ് 17% മാത്രമാണ്. അപ്പോൾ കഴിഞ്ഞ 2 വർഷത്തിൽ ഈ ഒരു നമ്പർ 18.27% നിന്ന് 34% കൂടി. അപ്പോൾ കമ്പനിയുടെ എംപ്ലോയി ബേസ് 50% വളർന്നു. ഇപ്പോൾ 2700 ആളുകളെ എംപ്ലോയ് ചെയ്യുന്നുണ്ട്. ഇനി അടുത്തൊരു റിസ്ക് വർക്കിംഗ് ക്യാപിറ്റൽ ഹെവി മോഡലാണ്. DSO അതായത് ഡേ സെയിൽസ് ഔട്ട്സ്റ്റാൻഡിംഗ് 120 ദിവസത്തിൽ നിന്ന് 95 ദിവസമായിട്ട് ഇംപ്രൂവ് ചെയ്തു. ഇപ്പോൾ ടെക്നോളജി ഇന്നോവേഷൻ ഗ്രൂപ്പ് സെഗ്മെന്റ് ഇപ്പോഴും 150 മുതൽ 180 ദിവസത്തെ സൈക്കിൾ ഫേസ് ചെയ്യുന്നുണ്ട്. അതേസമയത്ത് ഇൻഡസ്ട്രി മീഡിയം സ്റ്റിൽ 65 ദിവസമാണ്. ഇനി ഇന്നത്തെ നമ്മുടെ ലാസ്റ്റ് കമ്പനി ബാലു ഫോർജ് ആണ്. അപ്പോൾ ബാലു ഫോർജ് എന്ന എഞ്ചിനീയറിംഗ് കമ്പോണന്റ് മാനുഫാക്ചർ ആണ്. അപ്പോൾ അവർ ഫുള്ളി ഫിനിഷ് അതുപോലെ സെമി ഫിനിഷ് ഫോർജ് പ്രോഡക്ട്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ലൈക്ക് ഇപ്പോൾ ക്രാങ്ക് ഷാഫ്റ്റ്, ട്രാൻസ്മിഷൻ ക്ലച്ചസ്, റെയിൽവേ വീൽസ്, ഹൈഡ്രോളിക് മോട്ടോഴ്സ്, ബ്രേക്ക് പാർട്സ് അങ്ങനെ പലതും അവർ മാനുഫാക്ചർ ചെയ്യുന്നുണ്ട്. റവന്യൂ ബ്രേക്ക് ഡൗണിന്റെ ടേംസിൽ ലാർജസ്റ്റ് പോർഷൻ അഗ്രികൾച്ചർ സെക്ടറിൽ നിന്നാണ് വരുന്നത്. അപ്പോൾ ഹാഫ് ഇയർ എൻഡിങ് 2025 ഏകദേശം 45%. അടുത്ത 15% പവർ ജനറേഷൻ ആണ്, പിന്നെ അതർ സെക്ടേഴ്സും. അപ്പോൾ കമ്പനി അവരുടെ 90%-ലധികം റവന്യൂ എക്സ്പോർട്സിൽ നിന്നാണ് ജനറേറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ഗ്ലോബലി 25-ലധികം OEMസിന് സെർവ് ചെയ്യുന്നുണ്ട്, 80-ലധികം രാജ്യത്തിൽ ഡിസ്ട്രിബ്യൂഷൻ റീച്ചോടെ. ഇനി നമുക്ക് കമ്പനിയുടെ ഫൈനാൻഷ്യൽ പെർഫോമൻസ് എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ കഴിഞ്ഞ 3 വർഷത്തിൽ കമ്പനി 48% CAGR റവന്യൂ നേടിയിട്ടുണ്ട്. അപ്പോൾ ഇതിന്റെ ഒപ്പം തന്നെ ഇവർക്ക് ഇത് പ്രോഫിറ്റിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ 3 വർഷത്തിൽ ആവറേജായി 89% CAGR ഗ്രോത്ത് ഉണ്ടായി. അപ്പോൾ ഈ ഒരു ഗ്രോത്ത് ഡിഫറൻസിന്റെ ഏറ്റവും വലിയ കാര്യം ലോ ബേസ് ഇഫക്റ്റ് ആണ്. പക്ഷേ ഇവിടുത്തെ മെയിൻ പോയിന്റ് എന്താണെന്ന് വെച്ചാൽ കമ്പനി സെയിൽസ് പ്രോഫിറ്റ് രണ്ടിലും തുടർച്ചയായിട്ട് പോസിറ്റീവ് ട്രെൻഡ് കാണിക്കുന്നുണ്ട്. ഇപ്പോൾ Q4 ഫൈനാൻഷ്യൽ 2025 കമ്പനി ഹയസ്റ്റ് എവർ ക്വാർട്ടർലി റവന്യൂ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, 67% ഇയർ ഓവർ ഇയർ ഗ്രോത്തോടെ. ഇപ്പോൾ ഏകദേശം 270 കോടി രൂപയാണ് റിപ്പോർട്ട് ചെയ്തേക്കുന്നത്. അപ്പോൾ ഈ ഒരു ഗ്രോത്തിന്റെ മെയിൻ കാര്യം പുതിയ ക്ലയൻസിനെ അക്വയർ ചെയ്യുന്നു, അതുപോലെ തന്നെ ഇപ്പോൾ റെയിൽവേ, ഡിഫൻസ്, ഓയിൽ ആൻഡ് ഗ്യാസ്, അതുപോലെ കൊമേഴ്ഷ്യൽ വെഹിക്കിൾ സെക്ടറിൽ സ്പെഷ്യലൈസ്ഡ് എഞ്ചിനീയറിംഗ് പ്രൊഡക്ട്സിന്റെ ഡിമാൻഡ് കൂടുന്നതുകൊണ്ടാണ്. കൂടാതെ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് 2 ഇരട്ടിയായിട്ട് വളർന്നു. അതുപോലെ തന്നെ EBIT-DA മാർജിൻ Q4 ഫൈനാൻഷ്യൽ 2024 21% നിന്ന് Q4 ഫൈനാൻഷ്യൽ 2025 28% വളർന്നു. അപ്പോൾ ഈ ഒരു ഇംപ്രൂവ്മെന്റ് ഒരു മെയിൻ കാര്യം സെയിൽസ് വെച്ച് നമ്മൾ നോക്കുമ്പോൾ മെറ്റീരിയൽ കൺസപ്ഷൻ കോസ്റ്റ് കുറഞ്ഞതാണ്. അപ്പോൾ 88% നിന്ന് 75% ഇത് കുറഞ്ഞു. ഇനി നമുക്ക് ഗ്രോത്ത് ഔട്ട്ലുക്ക് നമുക്ക് നോക്കാം. അപ്പോൾ കമ്പനിയുടെ അടുത്ത ടാർഗറ്റ് അഗ്രികൾച്ചർ സെക്ടറിലേക്കുള്ള ഡിപ്പെൻഡൻസി കുറയ്ക്കുക എന്നാണ്. ഇപ്പോൾ നിലവിൽ 40% കോൺട്രിബ്യൂഷൻ, 2028 ഫൈനാൻഷ്യൽ ആകുമ്പോഴേക്കും 25% കുറയ്ക്കാനാണ് ലക്ഷ്യം വെക്കുന്നത്. കൂടാതെ ഹൈ മാർജിൻ സെക്ടേഴ്സ് ആയ ഡിഫൻസ്, റെയിൽവേ, അതുപോലെ എയറോസ്പേസിൽ കമ്പനി അവർ ഷെയർ കൂട്ടാൻ വേണ്ടി പ്ലാൻ ചെയ്യുന്നുണ്ട്. അതായത് 10% നിന്ന് 25%. ഇപ്പോൾ കമ്പനിയുടെ 32,000 ടൺ മെഷീനിങ് കപ്പാസിറ്റി ഓൾറെഡി ബുക്ക്ഡ് ആണ്. അതുപോലെ മെർസിഡസ് ബെൻസ് പ്രൊഡക്ഷൻ ലൈനിൽ നമുക്ക് പുതിയ ഓർഡർ അതുപോലെ ഔട്ട്പുട്ട് ക്ലിയർ ആയിട്ട് കാണാം. കൂടാതെ ബെൽഗാമിൽ പുതിയ അഡ്വാൻസ് ഫോർജിംഗ് ഫെസിലിറ്റി കൺസ്ട്രക്ഷനോടെ മെഷീൻ കപ്പാസിറ്റി എക്സ്പാൻഡ് ചെയ്യുകയാണ്. അപ്പോൾ ഇത് 72,000 ടൺ കപ്പാസിറ്റി കൂട്ടും. കൂടാതെ ഹൈടെക് സെക്ടറിൽ 72,000 ടണ്ണിന്റെ ഫോർജിംഗ് അഗ്രിമെന്റ് ഓൾറെഡി സൈൻ ചെയ്തിട്ടുണ്ട് ഇവിടെ. ഇനി ബാലു ഫോർജ് ഇപ്പോൾ ഭാരത് ഫോർജിന് ശേഷം ഇന്ത്യയിലെ 2ാമത്തെ വലിയ ഫോർജിംഗ് കമ്പനിയായിട്ട് അവർ തന്നെ എന്താണ് പൊസിഷൻ ചെയ്യുകയാണ്. അപ്പോൾ ഇതൊരു സ്ട്രാറ്റജിയാണ്, കാരണം മേക്ക് ഇൻ ഇന്ത്യ പോലത്തെ സ്ട്രോങ് ഗവൺമെന്റ് ഇനീഷ്യേറ്റീവ്സ് ഡിഫൻസ് അതുപോലെ റെയിൽവേനെ ടാർഗറ്റ് ചെയ്യുന്നതുകൊണ്ടാണ്. ഇനി നമുക്ക് കമ്പനിയുടെ ബാലൻസ് ഷീറ്റ് നമുക്ക് നോക്കാം. അപ്പോൾ കമ്പനി ഡെറ്റ് ടു ഇക്വിറ്റി റേഷ്യോ 0.04 മാത്രമാണ്. എന്നാൽ കമ്പനിക്ക് ക്യാപിറ്റൽ വർക്ക് ഇൻ പ്രോഗ്രസിൽ 417 കോടിയുണ്ട്. അപ്പോൾ ഇത് കഴിഞ്ഞ വർഷം 3.2 ഇരട്ടിയായിട്ട് കൂടി. അപ്പോൾ പുതിയ മാനുഫാക്ചറിംഗ് പ്ലാനിനായിട്ട് അലോക്കേറ്റ് ചെയ്തേക്കുവാണ്. അപ്പോൾ ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റീസ് എക്സ്പാൻഡ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഇത് നെറ്റ് ക്യാഷ് ഫ്ലോയിൽ 90%-ലധികം ഇടിയാൻ വേണ്ടിയിട്ട് കാരണമായി. ഇനി ഇവിടുത്തെ പോസിറ്റീവ് പോയിന്റ് എന്താണെന്ന് വെച്ചാൽ CFO/EBIT-DA റേഷ്യോ -0.15 നിന്ന് 0.59 ആയിട്ട് ഇംപ്രൂവ് ആയി. അതായത് കമ്പനിക്ക് ഇപ്പോൾ നന്നായി പ്രോഫിറ്റ് ക്യാഷിലേക്ക് മാറ്റാൻ വേണ്ടി സാധിക്കുന്നുണ്ടെന്നാണ് ഇതിന്റെ അർത്ഥം. കൂടാതെ ക്യാഷ് കൺവേർഷൻ സൈക്കിൾ 151 ദിവസത്തിൽ നിന്ന് 117 ദിവസമായിട്ട് ഇംപ്രൂവ് ആയിട്ടുണ്ട്. കാരണം ഡെറ്റേഴ്സ് ഡേ അതുപോലെ ഇൻവെന്ററി ഡേയ്സ് ബെറ്റർ ആയിട്ട് മാനേജ് ചെയ്തുകൊണ്ടാണ് ഇത്. ഇനി നമുക്ക് കമ്പനിയുടെ റിസ്ക് എന്തൊക്കെയാണ് എന്നുള്ളതും കൂടി നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യത്തെ വാല്യൂഷൻ കൺസേൺ ആണ്. അപ്പോൾ കമ്പനിയുടെ പ്രൈസ് ടു സെയിൽസ് റേഷ്യോ നിലവിൽ 8 ഇരട്ടിയാണ്. അതേസമയത്ത് ഇൻഡസ്ട്രി മീഡിയൻ 2 ഇരട്ടി മാത്രമാണ്. അപ്പോൾ ഇത് കാണിക്കുന്നത് സ്റ്റോക്ക് ഇപ്പോൾ വലിയ പ്രീമിയത്തിലാണ് ട്രേഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ഏതെങ്കിലും ഇപ്പോൾ റവന്യൂ ടാർഗറ്റ് മിസ് ആയിട്ടുണ്ടെങ്കിൽ മാർക്കറ്റ് കറക്ഷൻ വരാൻ വേണ്ടിയിട്ട് സാധ്യതയുണ്ട്. ഇനി രണ്ടാമത്തെ റിസ്ക് സ്റ്റീലിന്റെ വില കൂടുന്നതാണ്. കാരണം സ്റ്റീലാണ് കമ്പനിയുടെ ഒരു മെയിൻ റോ മെറ്റീരിയൽ ഇവിടെ വരുന്നത്. സോ ഇതായിരുന്നു ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിച്ച കമ്പനികൾ. അതായത് തുടർച്ചയായിട്ട് പെർഫോമൻസ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്ന 3 കമ്പനികൾ. സോ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യാൻ വേണ്ടി നിങ്ങൾ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾക്ക് താഴെ കമന്റ് ചെയ്യാവുന്നതാണ്. ഇനിയിപ്പോൾ നിങ്ങളുടെ പോർട്ട്ഫോളിയോയിൽ ഇതുപോലെ കൺസിസ്റ്റന്റ് ആയിട്ട് പെർഫോമൻസ് നൽകുന്ന സ്റ്റോക്സ് ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് താഴെ കമന്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് ഗ്രോ മലയാളം ചാനലിലൂടെ പെട്ടെന്ന് കാണാം. അതുവരെ ടേക്ക് കെയർ, ഹാപ്പി ഇൻവെസ്റ്റിംഗ് ആൻഡ് ബൈ ഫ്രം റിൻസി.
Investment in securities market are subject to market risks. Read all the related documents carefully before investing. Please read the risk disclosure documents carefully before investing in equity shares, derivatives, mutual fund, and or other instruments traded on the stock exchanges.